സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യക്കെതിരെ നടപടിയുമായി ഇഡി 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ മരവിപ്പിച്ചു. കേസിൽ 2 തവണ ജയസൂര്യയെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. സിബി ജോസഫാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത്. സിബി, ജയസൂര്യ നടത്തിയ തട്ടിപ്പിനെ കുറിച്ച് ഇഡിയുടെ കണ്ടെത്തൽ എന്താണ്? ഈ ആപ്പ് തട്ടിപ്പിൽ ജയസൂര്യയുടെ പങ്ക് എത്രത്തോളമുണ്ട്? എത്രത്തോളം വലിയ സ്വത്ത് മരവിപ്പിക്കാൻ മാത്രം എന്തൊക്കെയാണ് ജയസൂര്യ ചെയ്തിരിക്കുന്നത്? നൗഫൽ, ഈ സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ 2 തവണ ഇഡി ജയസൂര്യയെ ചോദ്യം ചെയ്തിരുന്നു. കൊച്ചിയിലെ ഇഡി ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്തിരുന്നത്. ഇതിൽ പ്രധാനമായും ഈ സേവ് ബോക്സ് ആപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡറായിരുന്നു ജയസൂര്യ. ഇതിൻ്റെ ഓണർ, ഈ ഒരു ആപ്പിൻ്റെ ഓണർ എന്ന് പറയുന്നത് തൃശ്ശൂർ സ്വദേശിയായ സ്വാദിഖ് റഹീമാണ്. ഇയാൾ നിരവധി ആളുകളുമായി നിക്ഷേപകരുമായി കോടികൾ തട്ടിച്ചു എന്നാണ് ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. ഇത് 2 വർഷം മുമ്പുള്ള കേസാണ്. ഇതിൽ ബ്രാൻഡ് അംബാസഡർ എന്ന നിലയിൽ മാത്രമല്ല, ഇതിൽ ഒരു പ്രൊമോട്ടറായി കൂടി ഇത്തരത്തിൽ ഈ നടൻ ജയസൂര്യ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇഡിയുടെ കണ്ടെത്തൽ. മാത്രമല്ല 1 കോടിയിലധികം രൂപ ജയസൂര്യയുടെ അക്കൗണ്ടിലേക്ക് പണമായി ഈ സ്വാദിഖ് റഹീമിന് ലഭിച്ചതായും, അല്ലെങ്കിൽ ഈ സേവ് ബോക്സ് ആപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ അക്കൗണ്ടിൽ നിന്ന് ലഭിച്ചതായും ഇഡി കണ്ടെത്തുകയും ചെയ്തിരുന്നു. തുടർന്നായിരുന്നു ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടിലേക്ക് പണം എത്തി എന്നുള്ളതായിരുന്നു ഇഡിയുടെ കണ്ടെത്തൽ. പിന്നീട് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ്, ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ജയസൂര്യയുടെ 39 ലക്ഷം രൂപയുടെ ഇത്തരത്തിൽ സ്വത്തുക്കൾ ഇപ്പോൾ മരവിപ്പിച്ചു എന്നുള്ള വാർത്തകൾ ഇഡി ഇപ്പോൾ പുറത്തുവിടുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 തവണ ചോദ്യം ചെയ്യുകയും കൂടുതൽ തെളിവുകൾ ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഇഡി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു ബ്രാൻഡ് അംബാസഡർ എന്ന നിലയിൽ മാത്രമാണ് തനിക്ക് പ്രതിഫലം കൈപ്പറ്റുക മാത്രമാണ് താൻ ചെയ്തതെന്നുള്ളതായിരുന്നു ജയസൂര്യയുടെ ഒരു പ്രതികരണം. പക്ഷേ അത് മാത്രമല്ല, ഇതിൽ ഈ പ്രൊമോട്ടറുമായി എല്ലാം തന്നെയും ഈ ജയസൂര്യയ്ക്ക് നേരിട്ട് ചില സാമ്പത്തികമായ ഇടപാടുകൾ നടന്നു എന്നുള്ളതാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യം ചെയ്യലും അതുകൂടാതെ ഈ ബാങ്ക് അക്കൗണ്ടുകളുടെ എല്ലാ തന്നെയും പരിശോധനയും. എന്തായാലും ഈ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇത്തരത്തിൽ ഇഡിക്ക് സംശയം തോന്നുന്ന രീതിയിൽ പണം എത്തിയിട്ടുണ്ട് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു സ്വത്തുക്കൾ മരവിപ്പിക്കുന്ന രീതിയിൽ 39 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ മരവിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇഡി എത്തുന്നത്. എന്തായാലും ഈ സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ അത് കുറഞ്ഞ വിലയ്ക്ക് ലേലം വിളിച്ചുകൊണ്ട് ഓൺലൈനായി വിളിച്ച് സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ചില കോയിനുകൾ വെർച്വൽ കോയിനുകളായി വാങ്ങി അത് ലേലത്തിൽ എടുത്തുകൊണ്ട് അത്തരത്തിൽ ഈ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, പ്രത്യേകിച്ച് മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഉൾപ്പെടെ എല്ലാം തന്നെയും സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു ലേലം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഓഹരി എല്ലാം തന്നെയും വാങ്ങാൻ വേണ്ടി ഇത്തരത്തിൽ പണം നിരവധി പേരിൽ നിന്ന് വാങ്ങി കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ ഈ തട്ടിപ്പ് നടത്തിയത്. ഇതൊരു തട്ടിപ്പ് ആപ്പായിരുന്നു പിന്നീട് വ്യക്തമാവുകയും നിരവധി പരാതികൾ തൃശ്ശൂർ ഈസ്റ്റ് പോലീസിന് പിന്നീട് ലഭിച്ചു. അതിനുശേഷമാണ് പിന്നീട് ഇതിൽ കള്ളപ്പണം ഇടപാടുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെയും ഇഡി അന്വേഷണവുമായി മുന്നോട്ട് വരുന്നത്. എന്തായാലും ഇഡി 2 തവണ ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ ജയസൂര്യയുടെ സ്വത്തുക്കൾ മരവിപ്പിക്കുന്നത്. ജയസൂര്യയുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്തിരുന്നു. 1 കോടിയിലധികം രൂപ ജയസൂര്യയുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇഡിയുടെ കണ്ടെത്തൽ. എന്നാൽ തനിക്കിത് പ്രതിഫലമായി ലഭിച്ചതാണ്, ബ്രാൻഡ് അംബാസഡർ എന്ന നിലയിൽ പ്രതിഫലമായി ലഭിച്ചു എന്നുള്ളതാണ് ഇഡിക്ക് മുന്നിൽ ജയസൂര്യ പറയുന്നത്. എന്തായാലും ചില സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 39 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നത്.